2021 നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നല്ല തുടക്കം പകുതി കാര്യം കഴിയുന്നതിന് തുല്യമാണെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ 2021 ജനുവരി മാസത്തിന്, ഈ ദിനത്തിന് ഒരു നല്ല തുടക്കം കൊടുക്കുവാനും നമ്മൾ ചെയ്തു പോരേണ്ടതിന് മുന്നിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്ത് ജന്മസാഫല്യം അടയുവാനുള്ള നമ്മുടെ ലാക്കിലേക്കുള്ള ഓട്ടത്തിൽ വിജയം കൈവരിക്കുവാൻ പിതാക്കന്മാർ നടത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ ഏറ്റുചൊല്ലാൻ പോവുകയാണ്. ആണ്ടാരംഭം ഈ ദിനാരംഭ സമയത്ത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവപിതാവിൻ നാമത്തിൽ പുത്തൻ ദിനമത് തുടങ്ങുന്നു. താതനും സുതനും റൂഹായിക്കും സത്യാരാധന അർപ്പിക്കാം. കന്യാമേരി ദൂതരുമൊത്ത് സ്വർഗപിതാവിനെ വാഴ്ത്തിയിടാം. ഈ സുദിനത്തിൽ ചെയ്തികളെല്ലാം സ്നേഹപിതാവിന് സമർപ്പിക്കാം. നീലയങ്കി പുതപ്പിച്ച് അമ്മേ മറിയെ കാക്കണമേ. പുണ്യാത്മാക്കൾ സ്വർഗത്തിൽ പ്രാർത്ഥനയേകി തുണയ്ക്കട്ടെ. പാപക്കണിയിൽ വീഴാതിന്ന് കാക്കണേ കാവൽ മാലാഹേ. മീഖായേലേ മാലാഹേ, ദുഷ്ടസേനയെ തുരത്തണമേ. റഫായേലേ മാലാഹേ, യാത്ര മംഗളമാക്കണമേ. ഗബ്രിയേലേ മാലാഹേ, സന്ദേശങ്ങൾ നൽകണമേ. തിരുരക്താഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ. അപകടമൊന്നും പിണയാതീശോ, ഈ ദിനം സുരക്ഷിതമാകട്ടെ. വിഷജീവികളും ദുഷ്ടന്മാരും തിരുനാമത്തിൽ മാറട്ടെ. ജോലി, യാത്ര, പഠനം എല്ലാം ഈശോ വൻ വിജയമാക്കട്ടെ. റൂഹ മേഘസ്തംഭത്തിൽ, റൂഹ അഗ്നിസ്തംഭത്തിൽ മുമ്പേ നീങ്ങി നയിക്കട്ടെ. ഈ ദിനം അനുഗ്രഹമാകട്ടെ. ഈ വർഷം അനുഗ്രഹമാകട്ടെ. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് യേശു കുഞ്ഞിനെ വളർത്തുന്നതിൽ, മാതാവിനെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ദൈവത്തിൻ്റെ വെളിപ്പാട് സ്വീകരിച്ച ഔസേപ്പിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, അങ്ങേ ഞങ്ങളുടെ പിതാവായ സ്നേഹബഹുമാനങ്ങളോടെ ഞങ്ങൾ വണങ്ങുന്നു. തിരുസഭയുടെ കാവൽക്കാരനും കുടുംബങ്ങളുടെ നാഥനുമായ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അഗതികളുടെ അത്താണിയും രോഗികളുടെ ആശ്വാസവും മരണാസന്നയുടെ സങ്കേതവുമായ നല്ല പിതാവേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അധ്വാനിക്കുന്നവരുടെയും എളിയവരുടെയും ദരിദ്രരുടെയും പ്രതീക്ഷയായ അങ്ങയുടെ പിതൃ വാത്സല്യത്തിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. പുണ്യപിതാവേ, മാതാവിനോടും ഉണ്ണി യേശുവോടും ഒപ്പം ഞങ്ങളുടെ അടുക്കൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. സ്നേഹമുള്ള പിതാവേ, സങ്കടങ്ങളിൽ ആശ്വാസവും പരാജയങ്ങളിൽ പ്രോത്സാഹനവും നൽകണമേ. പാപത്തിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ. അപകടങ്ങളിൽ നിന്നും ശത്രുക്കളുടെ കണികളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും വിഷജീവികളിൽ നിന്നും വാത്സല്യ പിതാവെ സംരക്ഷിക്കണമേ. യാത്രകളിൽ വഴികാട്ടിയായ പിതാവെ കൂടെ ഉണ്ടായിരിക്കണമേ. വിശുദ്ധ ജീവിതം നയിച്ച് അവസാന മോക്ഷ സൗഭാഗ്യം അനുഭവിപ്പാൻ വിശുദ്ധ ഔസേപ്പ് പിതാവെ അനുഗ്രഹം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആത്മീയ കോട്ട നമുക്ക് ലഭിപ്പാൻ ഈ വർഷം മുഴുവനും, ഈ മാസം മുഴുവനും, എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാകാൻ വേണ്ടി ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എഴുതാം. 122-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം എല്ലാവർക്കും ചേർന്നെല്ലാം. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും
നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ. 147 സംഖ്യത്തിനും 13 വാക്യം. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. സക്കറിയ 2:5. ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാനതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. 125 സംഖ്യത്തിന് 2 വാക്യത്തിൽ പർവ്വതങ്ങൾ ജെറുസലേമിനെ ചുറ്റി നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. സക്കറിയ 9:8. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കും. കഴിഞ്ഞ കാലം മുഴുവൻ ഇതുവരെ നമ്മൾ ഗർഭത്തിലായിരുന്ന കാലം മുതൽ ഇതുവരെയുള്ള എല്ലാ പാവശാപങ്ങൾക്കും ഒരിക്കൽ കൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട് പുതുവത്സരത്തിലെ പുത്തൻ കൃപ ഏറ്റുവാങ്ങുവാൻ പാപം നൽകുകയാണ്. ഏറ്റുപറഞ്ഞ് മറന്നുപോയ എല്ലാ പാവശാപങ്ങളും വഴി നൽകുന്നു. പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധയുടെ നാമത്തിലും തന്നെ മാതാവിൻ്റെ വിശന്മാരുടെ മധ്യസ്ഥൽ കർത്താവ് നിത്യങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ആനയിക്കുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വായന. ലൂക്കോസ് 2:21 മുതൽ. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പ് ദൂതൻ പറഞ്ഞതുപോലെ അവൻ യേശു എന്ന പേര് വിളിച്ചു. മോശയുടെ ന്യായപ്രമാണപ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണുകയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന കർത്താവിന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനെ അർപ്പിക്കുവാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാകുഞ്ഞുങ്ങളെയോ കർത്താവെങ്കിൽ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. സ്വല്പസമയിരിക്കുക. ആണ്ടുപുറപ്പിൻ്റെ സുദിനത്തിൽ നവവത്സരാരംഭത്തിൽ 2021 ജനുവരി മാസം 1-ാം തീയതി പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ നമ്മളിവിടെ ആകർഷിച്ചുകൊണ്ടുവന്ന് കർത്താവിന് നന്ദി പറയാം. ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പലയിടങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നവരെ പുറത്തുകൊണ്ട് അവർക്ക് വേണ്ടിയും കൂടി അനുഗ്രഹം വാങ്ങിച്ചവർക്ക് അനുഗ്രഹം വിധിച്ചു കൊടുക്കുന്ന ആ വലിയ ഭാഗ്യം കൊണ്ട് നമുക്ക് ഏറ്റുവാങ്ങാം. മാർ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ് വിശുദ്ധന്മാരെ ഓർക്കുന്ന ദിവസം കൂടിയാണ്. കർത്താവിൻ്റെ നാമകരണം നടത്തിയ ദിവസമാണെന്ന് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടു. കർത്താവിൻ്റെ നാമം, പേര് അന്വർത്ഥമാകത്തക്കൊണ്ടും ജനനകാലം മുതൽ തന്നെ ശൈശവം മുതൽ കർത്താവ് നമുക്ക് വേണ്ടി വേദന സഹിക്കാൻ ആരംഭിച്ചു. പരിച്ഛേദന കർമ്മത്തിൽ കർത്താവിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടായി, രക്തം വാർന്നുപോയി. ആ കുഞ്ഞ് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ വേദന നമുക്ക് വേണ്ടി സഹിച്ചതാണ്, വഹിച്ചതാണെന്ന കാര്യം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ പരിച്ഛേദന കർമ്മം നമ്മുടെ ശിശു സ്നാനത്തിൻ്റെ മുൻകുറിയാണെന്നാണ് പറയുന്നത്. ശൈശവത്തിൽ തന്നെ നമ്മളെ കർത്താവിനെ പ്രതീക്ഷിച്ച് 8-ാം ദിവസം പരിച്ഛേദന കർമ്മത്തിന് വിധേയനായി വേദന സഹിച്ച യേശു നമ്മൾ ജനിക്കുന്ന ദിവസമാണ്. നമ്മളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ, ക്രിസ്തുവിൻ്റെ അനുഗാമിയാണെന്ന്, ശിഷ്യനാണെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത തരുന്ന വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിൽ ദൈവരാജ്യം കാണാനും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനും നമുക്ക് ഭാഗ്യം തന്ന നമ്മുടെ സ്നാന ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് വായിച്ചു കേട്ടതായ തിരുവചനങ്ങൾ നമ്മുടെ സ്വയപരിശോധനയ്ക്ക് ഉതകട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെ നമ്മൾ വായിച്ചു കേട്ടു. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് ക്രിസ്ത്യാനിയായതെന്നും ആ യേശു ക്രിസ്തു തന്നെ എങ്ങനെ വളർന്നുവെന്നും ആ യേശുവിൽ കൂടെ കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ എഴുതി ചേർത്ത് ഇണവാക്യങ്ങൾ ഇണചേർത്ത് ഹൃദയം സമുദ്രം പോലെ വിശാലമായി നദി പോലെ സമാധാനം ഒഴുകിയെന്ന് അവൻ നമ്മുടെ സമാധാനമാണെന്ന് സാക്ഷിച്ച പൗലോസിനെ പോലെ നമുക്കും സമാധാനം നദി പോലെ ഒഴുകിയെത്തുന്ന സ്ഥലമായി നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കാം. എഫേസ്യർ 4:17 നമ്മളിങ്ങനെ വായിച്ചു കേട്ടു. പഴയ ജീവിതവും പുതിയ ജീവിതവും
തിരിഞ്ഞു നോക്കുവാൻ ഈ പുതിയ പരിസരത്തിലെ പുതിയ സൃഷ്ടികളായി യേശുവിലായാൽ പുതിയ സൃഷ്ടിയാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് പുതുക്കിയെടുക്കുവാൻ ഇന്നത്തെ ദിവസം ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അയാൾ കർത്താവിനെ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിൽ നിങ്ങളതിനെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി രൂപാന്തരപ്പെട്ട് പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. പുതുവത്സരത്തിൽ ഈ വർഷത്തിന്റെയും ഈ മാസത്തിന്റെയും ആദ്യ ദിനത്തിൽ ഈ അനുഭവം നമ്മുടേതായി ആകാൻ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുക. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം എന്നുള്ള ആ സന്ദേശം നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അങ്ങനെ പുതുവത്സരത്തിൻ്റെ ഈ നവവത്സര ആരംഭത്തിലെ ഈ കൃപ ഏറ്റുവാങ്ങി കർത്താവിനെ ഉള്ളിലാക്കി കൊണ്ടുപോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ബേത്ലഹേമിൽ പിറന്ന അതേ യേശുവിനെ നമ്മൾ ഈ കുർബാനയിൽ കാണുകയാണ്. നമ്മുടെ ഉള്ളിൽ പിറന്ന യേശുവിനെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാണുകയാണ്. സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ പാവപ്പാമ്പിനെ തലയതയ്ക്കാനുള്ള യുദ്ധപ്പാടിൽ ശത്രുവിനെ പാതവിടാക്കാനുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണാൻ തക്കൊണ്ട് നമ്മൾ വളർന്നിട്ടില്ല. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞ അനുഭവപ്രകാരം നമ്മുടെ ഹൃദയം 100% വിശുദ്ധമായി കഴിയുമ്പോൾ നമുക്ക് യേശുവിനെ അവൻ്റെ മഹത്വത്തോടെ തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് ബേത്ലഹേമിൽ ജനിച്ച യേശു കുഞ്ഞിനെ അതേ ആത്മാവിൽ അതേ രൂപത്തിൽ വിശുദ്ധ കുർബാനയിൽ കാണാൻ സാധിക്കും. ത്രോണോസിലേക്ക് നമ്മൾ ദൃഷ്ടി ഉയർത്തി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, വിശുദ്ധ കുർബാന കാണുമ്പോൾ, കുർബാന അനുഭവിക്കുമ്പോൾ മാതാവിൻ്റെ ഉള്ളിൽ വളർന്ന യേശു തന്നെ നമ്മുടെ ഉള്ളിൽ വളരുന്നതായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ബേത്ലഹേമിൽ യേശു കുഞ്ഞിനെ കണ്ട മാതാവിനും യോസേപ്പിനും നാട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും എല്ലാം കിട്ടിയത് അതേ അനുഭവം ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പുതുദിനത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ യേശുവിൻ്റെ സാക്ഷിയായി ഈ വിവരം എല്ലാവരെയും അറിയിക്കുവാൻ നമ്മുടെ ജീവിതത്തെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാവജന പ്രാർത്ഥന തോന്നുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഈ 2021 സുപ്രഭാതത്തിൽ ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിപ്പാൻ നമുക്ക് ഭാഗ്യം നിന്ന് കർത്താവിന് നന്ദി പറയാം. വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിനാഥ് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുതുവത്സരത്തിൽ അപ്പോസ്തലനായ പൗലോസിന് നമുക്ക് തരാനുള്ള സന്ദേശം എന്താണ്? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 1 മുതലുള്ളതായ ഭാഗത്ത് വിശ്വാസത്തിൻ്റെ മുഖ്യ മാതൃകയായി യേശുവിനെ നോക്കണമെന്നുള്ള കാര്യം പറയുന്നത്. യേശുവിനെ കണ്ടുകൊണ്ട്, യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് നല്ല തുടക്കമിടാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആകയാൽ നാമസാക്ഷികളിൽ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിരതയോടെ ഓടുക. വഴി പുതുവത്സര വിശുദ്ധ കുർബാനയിൽ സഭയിലുള്ള എല്ലാവരും ഒന്നിച്ചു കൂടുന്ന സുദിനമാണെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. സാക്ഷികളുടെ വലിയ സമൂഹം, വിശ്വാസവീരന്മാരുടെ കാര്യം 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കാൻ ദൈവം നമുക്കായി നല്ലതൊന്നും മുൻകരുതിയിരുന്നു. അപ്പോൾ നമുക്ക് മുമ്പ് യേശുവിനെ അനുഗമിച്ച് സ്വർഗത്തിലെത്തി കർത്താവിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം ഈ കുർബാനയിൽ നമ്മളോടൊപ്പം ഒന്ന് വന്നിരിക്കുകയാണ്. ഈ വലിയ കൂട്ടായ്മയാണ് നമ്മുടെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം വരുന്നത്. മനുഷ്യർ നമ്മിൽ നകന്നു പോയേക്കാം, അവർ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ
നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന കർത്താവും മാതാവും വിശുദ്ധന്മാരും മാലാഹമാരും നമുക്ക് എന്നും തുണയാണെന്നുള്ള കാര്യം നമുക്ക് ധൈര്യവും ബലവും നൽകട്ടെ. ആരാധനയെ സംബന്ധിക്കുമ്പോൾ ആ ധൈര്യം നമുക്ക് കിട്ടുന്നത്. ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും തെറ്റിദ്ധരിച്ചാലും നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ അറിഞ്ഞ് നമ്മളെ ദൈവസ്നേഹത്തിൽ കാണുകയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ വിശുദ്ധന്മാരെയും ഓർത്ത് വ്യത്യസ്തപ്പിക്കുക. സാക്ഷിയുള്ള സമൂഹം, അവരെ രക്ഷാപൂർത്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. അവരിൽ നമുക്ക് ചിലത് വാങ്ങിക്കാനും നമുക്ക് അവർക്ക് ചിലത് കൊടുക്കാനുമാണ്. ശരീരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അംശം ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും കൊണ്ട് കൊടുക്കുന്നതാണ് രക്തം ചെയ്യുന്ന പണി. നമ്മുടെ ശ്വാസകോശത്തിലെത്തുമ്പോൾ മൂക്കിൽ കൂടെ വലിച്ചെടുക്കുന്ന ഓക്സിജൻ, പ്രാണവായു ഈ രക്തം വലിച്ചെടുത്തിട്ട് അതെല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു. ചെറുകുടലിൽ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനത്തിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുത്ത് ഹൃദയത്തിൽ കൊടുത്തിട്ട് ഹൃദയം അതെല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ആ അവയവങ്ങൾക്കുള്ള അശുദ്ധികൾ രക്തത്തിലേക്ക് തിരികെ കൊടുക്കുന്നു. ഇനി കൊടുത്തും വാങ്ങിച്ചുമാണ് നമ്മുടെ സഭാജീവിതം നടക്കേണ്ടത്. ഒന്നും കിട്ടാനല്ല, എന്നും കിട്ടിയത് കൊടുത്തു തീർക്കാനും കൊടുത്തു തീർക്കുമ്പോൾ കിട്ടുന്നത് വാങ്ങിക്കാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധം ഒന്നുകൂടെ നമുക്ക് ധൈര്യം നൽകട്ടെ. ഇത്ര വലിയൊരു സമൂഹം നമുക്ക് വിട്ടു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് വിളിച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടണമെന്നാണ്. ഭാരം, ആത്മീയവും മാനസികവും ശാരീരികമായ ഭാരങ്ങൾ നമുക്കുണ്ട്. ഈ ഭൂമിയിലെ സാധനങ്ങൾക്ക് ഭാരം വരാൻ കാരണം എന്താണ്? ഭൂമിക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഭൂഗുരുത്വ ശക്തി എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. അത് സകല സാധനങ്ങളെയും അതിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് ദുഷ്ടന് നമ്മുടെ മേലൊരു ആകർഷണമുണ്ട്. നമ്മൾ ഈ ശവിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് ഒന്നാം ജനനത്തിൽ നമുക്ക് പാവത്തിൽ നമ്മുടെ അമ്മ നമ്മളെ ഗർഭം ധരിച്ചതിൻ്റെ ആ ശാപം, ഇതെല്ലാം ആ ഒന്നാം ജനനത്തിലെ കെടുതികൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മാമോസയായിട്ട് രണ്ടാം ജനനത്തിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം പൂർണ്ണമാകാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പോരാടുകയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അപ്പോൾ ഭാരം നമ്മളെ കൊണ്ട് തന്നെ വഹിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് സ്വർഗത്തിലെ പിതാവ് തൻ്റെ ഏകജാതനെ നമുക്ക് ജീവിത പങ്കാളിയായി തന്നിരിക്കുന്നത്. എല്ലാ ഭാരവും കർത്താവിനോടൊത്ത് മുഖം വെച്ച് പങ്കിടാൻ സാധിക്കും. നമുക്ക് എപ്പോഴെങ്കിലും നിരാശ തോന്നുമെങ്കിൽ ചത്താൽ മതി, എന്തിനാ ജീവിക്കുന്നതൊക്കെ തോന്നുമെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഭാരം കർത്താവുമായി പങ്കിടുന്നില്ലെന്നാണ്. എല്ലാ അനുഭവങ്ങളും സ്തോത്രത്തോടെ പറഞ്ഞാൽ സകല ബുദ്ധിയും കഴിഞ്ഞ് സമാധാനം കിട്ടുമെന്നുള്ള ആ വചനം ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിലെ വചനം നമ്മൾ അന്വർത്ഥമാക്കട്ടെ. അതുകൊണ്ട് മുറുകെ പറ്റുന്ന പാവം അതിനെ വിടണം. മുറുകെ പറ്റുന്ന പാവത്തിനെ ഉരിഞ്ഞു കളഞ്ഞാലേ പോവുള്ളൂ, അത് പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഉരിഞ്ഞു കളയുന്ന പാവത്തെ ഉരിഞ്ഞു കളയുവാൻ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ആത്മാവ് വചനം ഉപയോഗിച്ച് നമ്മൾ പോരാടണമെന്നാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാൻ പറയുന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപ്പോൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്. എന്നും എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണമെന്നാണ് പറയുന്നത്. അങ്ങ് കർത്താവിൽ സന്തോഷിച്ചതിന് ശേഷം വരുന്ന ദുഃഖം വഹിക്കാൻ, കർത്താവിന് വേണ്ടി വഹിക്കാൻ വളരെ രസമായി. നമുക്ക് ഏതെങ്കിലും വേദനയോ ദുഃഖമോ സഹിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവുമായിട്ട് പങ്കിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. സ്തോത്രത്തോടെ ആത്മാവിനെ ജ്വലിച്ച് നമ്മുടെ സകല ഭാരങ്ങളും കർത്താവ് പങ്കിട്ട് നമ്മളെ കർത്താവിനോളം വളർത്തി വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കപ്പെട്ടാൽ ദൈവവിളി ബോധത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് പുഷ്പിക്കാനും കായ്ക്കാനും വളരാനും സാധിക്കും. അങ്ങനെ എപ്പോൾ നമ്മൾക്ക് ഭാരം പങ്കിടുന്നോ അപ്പോഴൊക്കെയും നമ്മുടെ തോളും കർത്താവിൻ്റെ തോളും ഒരേ ലെവലിലായിരിക്കണം. ഒരേ ലെവലിൽ തോളായി കഴിഞ്ഞാൽ ഭാരം പങ്കിട്ടാൽ നമുക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ. നമ്മുടെ തോള് ചെറുതും കർത്താവിൻ്റെ തോള് വലുതുമായിരിക്കുമ്പോൾ ഭാരം കൂടുതൽ നമുക്കായിരിക്കും. നോട്ടേച്ച് പോയി നിരാശപ്പെടും. അപ്പോൾ എന്നും യേശുവിനോളം വളരാൻ ദൈവവിളി ബോധം നമുക്ക് വേണം. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ വിശ്വാസത്തോട് വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിയവും സ്ഥിരതയും ഭക്തിയും സഹോദരപ്രതിയും ദൈവസ്നേഹം കൂട്ടി അകത്തെ കണ്ണു തുറന്ന് വളർന്ന് പുഷ്പിച്ച് ഫലം കായ്ച്ച് ധാരാളം ഫലങ്ങൾ 12 മാസം 12 ഫലങ്ങൾ ഉണ്ടാകുന്ന ജീവജലനിലയുടെ കരയ്ക്ക് നിൽക്കുന്ന വൃക്ഷങ്ങളായി നമുക്ക് മാറാൻ സാധിക്കും. ഒരിക്കലും മടുപ്പുണ്ടാകുകയില്ല. എന്നും പുതുമ, എല്ലാ മാസവും പുത്തൻ ഫലങ്ങൾ. അപ്പോൾ ഈ ജനുവരി മാസം
1-ാം തീയതി ഇന്ന് നമ്മൾ പുഷ്പിച്ച് കായ്ക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരൊറ്റ രാത്രി പുഷ്പിക്കാനും കായ്ക്കാനും സാധിക്കും എന്നുള്ളത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാർ നമുക്ക് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 2021 നമ്മൾ അനേകർക്ക് കൊടുത്തിട്ട് അനേകരിൽ നിന്ന് വാങ്ങിക്കേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ജനുവരി മാസത്തെ എല്ലാ ദിവസത്തേക്കും അനേകർക്ക് വിതരണം ചെയ്യാനുള്ള ഫലങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുക. ഇന്നോട്ട് കൊടുക്കാൻ ആരംഭിക്കുക. വരുന്നവർക്കെല്ലാം, ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അത് കണ്ടിട്ട് വേണം അവർ നമ്മുടെ യേശുവിനെ തിരിച്ചറിയാൻ. അങ്ങനെ ഈ 2021 12 മാസവും 12 തരം ഫലങ്ങൾ നമ്മളെ പുഷ്ടിയുള്ളവരും പുതുമയുള്ളവരുമാക്കാൻ കർത്താവ് തയ്യാറായിരിക്കുന്നു. ഇന്ന് 1-ാം ദിനത്തിലെ ഫലം നമ്മൾ പങ്കിടുകയാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോവുകയാണ്. ആ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ യേശുവിനെ തന്നെ നമ്മൾ ഉള്ളിലാക്കുകയാണ്. ആ യേശുവിനെ നമ്മുടെ ശരീരത്തിൽ മറഞ്ഞിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന യേശുവിനെ തുറന്നു കാണിക്കുവാൻ നമ്മുടെ സൽപ്രവൃത്തികൾ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പാപത്തിനും ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് തമ്മിൽ പ്രബോധിപ്പിക്കണമെന്നൊരു വചനമുണ്ട്. വീട്ടിലാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെയുള്ള പ്രാർത്ഥനാ വേളയിൽ വചനം വായിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിക്കണമെന്നാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കളോടും ഒക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് എന്ത് കിട്ടിയെന്ന് അങ്ങനെ ആരും ചോദിക്കാറുണ്ട്. അങ്ങനെ ആ കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും നമ്മൾ പലതും പഠിക്കാനുണ്ട്. അവൽക്കൂടി നമുക്ക് സന്ദേശം കിട്ടും. നിത്യസംഭവങ്ങൾ സ്വതന്ത്രത്തോടെ സമർപ്പിച്ചാൽ അതിൽ നിന്ന് ചില പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടും. അങ്ങനെ എബ്രായർ 3:13 അനുസരിച്ച് പാപത്തിന് ചതിയാൽ കഠിനപ്പെട്ട് മുറിവുണ്ടാക്കുന്നതിൽ രസിക്കണമെങ്കിൽ നമുക്ക് മുറിവുണ്ടായിരിക്കണം, മുറിവ് ഉണങ്ങാതിരിക്കണം. മുറിവും ചത ഉണങ്ങാത്തവർക്ക് മുറിവുണ്ടാക്കുന്ന രസമാണ്. അവരിങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടായിരിക്കും. അത് പുതിയ കേസായിട്ട് മാറും. അത് വീണ്ടും പുതിയ പാപമായിട്ട് വരും. അത് വരാതിരിക്കണമെങ്കിൽ എന്നും തമ്മിൽ പ്രബോധിപ്പിക്കുക. എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണിക്കൊണ്ട് എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിക്കണം. എനിക്കിങ്ങനെ തോന്നുന്നു, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ കാണും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഈ 2021 ഈ 1-ാം തീയതി കിട്ടിയ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. എനിക്ക് കിട്ടിയ നിങ്ങളോട് പറയുന്നു. അവനോട് ജെയിംസ് അച്ഛൻ്റെ അഭിഷേകം തരുന്ന സന്ദേശം കേൾക്കാൻ പോവുക. അങ്ങനെ നമ്മുടെ ഈ ആരാധനയിലും ഈ ധൂപപ്രാർത്ഥനയിലും തമ്മിൽ പ്രബോധിപ്പിക്കേണ്ട അവസരം തക്കത്തിൽ ഉപയോഗിക്കാൻ ജെയിംസ് അച്ഛൻ്റെ അഭിഷേകം നമുക്ക് പറയുന്നത് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുക. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗീയപ്പച്ചൻ ഒരു വർഷവും കൂടി നമുക്കായിട്ട് ഇതാ സജ്ജമാക്കുകയാണ്. 2021 പുത്തൻ പ്രതീക്ഷയോടെ നമ്മളിന്ന് ആരംഭിക്കുകയാണ്. ഈ ദിവസം ഈശോയുടെ തിരുനാമത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണെന്ന് നമുക്കറിയാം. ഈശോയുടെ നാമം നൽകപ്പെട്ട ആ ധന്യ ദിവസം. ഈശോയുടെ നാമം സ്വർഗം നൽകിയ നാമമാണ്. പിതാവിൻ്റെ തിരുമനസ്സിൻ പ്രകാരം കൽപ്പിച്ച് നൽകപ്പെട്ട നാമം. പിതാവ് മാലാഖ വഴിയായി ആ നാമത്താൽ അവൻ അറിയപ്പെടണം, വിളിക്കപ്പെടണമെന്ന് നിശ്ചയിച്ചു കൽപ്പിച്ച് നൽകുകയാണ് ചെയ്തത്. നമുക്കറിയാം. യൗസേ പിതാവിനും മാതാവിനും ദൂതൻ വഴിയായി ഈശോയ്ക്ക് രക്ഷകൻ നൽകേണ്ട നാമം വെളിവാക്കിയിരുന്നു എന്ന് നാം അറിയുന്നു. അത് യേശു എന്ന നാമം അവൻ നൽകണം, അല്ലെങ്കിൽ ഈശോ എന്ന നാമം അവൻ നൽകണം. അതിൻ്റെ അർത്ഥവും കൂടി ദൂതൻ നമ്മളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തെന്നാൽ അവൻ അനേകരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപവിമോചകൻ, പാവപരിഹാരം ചെയ്ത് മോചനം നൽകുന്നവൻ, രക്ഷകൻ എന്ന് അവൻ്റെ നാമം നൽകപ്പെട്ടു. ഈ മഹത്തായ നാമത്തെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഈ വർഷം കഴിയണം. അവൻ നമുക്ക് നേടിത്തന്ന രക്ഷയുടെ പാതയിലൂടെയാണ് ഈ പുതുവർഷം നമുക്ക് ചരിക്കാനുള്ളത്. ഒരുപക്ഷെ സാത്താൻ നമ്മളെ
അന്ധകാരത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നുണ്ടാകും. അവൻ്റെ പിടിയിൽ അമരാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈശോയുടെ പാതയിൽ നീങ്ങുവാൻ കഴിയണം. ഈശോയുടെ നാമം മധുരനാമമായി എൻ്റെ നാവിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയണം. ഈ അടുത്ത ദിവസം ശാലോമിൽ വന്ന ഒരു പെൺകുട്ടിയുടെ കരളലിയിക്കുന്ന ഒരു കഥ നമ്മൾ കണ്ടു കാണുന്ന വിചാരിക്കുകയാണ്. സ്മിത എന്ന് വിളിക്കപ്പെടുന്ന കുഞ്ഞ് ചെറുപ്പത്തിലെ മിടുമിടുക്കിയായിരുന്നു, എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു. പാട്ടിലും ഡാൻസിലും കായിക കളിമേളകളിലെല്ലാം അവൾ ഒന്നാമതായിരുന്നു. ഒരു വാനമ്പാടിയെപ്പോലെ കളിച്ച് രസിച്ച് നടന്നിരുന്ന അവൾക്ക് അവളുടെ കൗമാരത്തിൽ ഒരു വലിയ അപകടമുണ്ടായി. അവൾ അടുത്ത ഒരു വീട്ടിൽ പോയ സമയത്ത് അഴിച്ചുവിട്ടിരുന്ന പട്ടി അവളുടെ പിറകെ പാഞ്ഞെത്തി. വലുതായ ശ്രുതി കുരച്ചുകൊണ്ടാണ് പാഞ്ഞു വന്നത്. അവൾ ഭയന്ന് വിറച്ച് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ഓടുന്ന വഴിയിൽ ഏതാണ്ട് 5-5 അടി പൊക്കമുള്ള ഒരു കയ്യാലയിൽ നിന്ന് താഴെ വീഴുകയും സ്പൈനൽ കോഡിന് കേട് സംഭവിക്കുകയും അവിടെ ശരീരമാകെ തളർന്നു പോവുകയും ചെയ്തു. ഡോക്ടർമാരും നഴ്സുമാരും പരമാവധി പരിശ്രമിച്ചിട്ടും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരാ കുഞ്ഞിനെ ഈ ഒരവസ്ഥയിൽ തന്നെ എന്നേക്കും തളർന്നു കിടക്കുന്ന, ഇനി അനങ്ങാൻ പറ്റാത്ത, കായികാലുകൾ അനക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരിക്കുമെന്ന് വിധി പ്രസ്താവിച്ചു. കുഞ്ഞിൻ്റെ അമ്മ വളരെ തീവ്രതയോടെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനല്ലാതെ മറ്റൊരാശ്രയമില്ല. ഈശോ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ എന്ന് അവൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ ആ കുഞ്ഞ് കാലനക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ ഡോക്ടർ വന്നവർ പറഞ്ഞ് കുഞ്ഞ് ഒന്ന് കാലനക്കിയത് ഞാൻ കണ്ടു. പക്ഷെ ഡോക്ടർ വന്നപ്പോൾ കാലനക്കൊന്നൊന്നുമില്ല. കൊച്ചിനോട് പറഞ്ഞിട്ട് അനക്കൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. വീണ്ടും അവർ നിരാശരായി വീണ്ടും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഈ പ്രാർത്ഥനാ വേളയിൽ കാലം നനക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞപ്പോൾ ഡോക്ടർ കുഞ്ഞിന് നിർദ്ദേശം കൊടുത്തു, ഒന്ന് അനക്കുമോളെ എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് കാല് പയ്യെ അനക്കുവാൻ തുടങ്ങി. അത് ഡോക്ടറിനും നഴ്സുമാർക്കും എല്ലാം വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നീട് ഫിസിയോതെറാപ്പി നൽകി ആ കുഞ്ഞ് പയ്യെ കാലുകളും നന്നായി ചലിപ്പിക്കാൻ തുടങ്ങി. പയ്യെ എഴുന്നേറ്റ് നിർത്തി പിച്ച വെച്ച് നടക്കുവാൻ തുടങ്ങി. അവസാനം അവള് തമ്പുരാൻ്റെ മുമ്പിൽ വളർന്നു വരികയാണ്. ഈശോയുമായുള്ള ഗാഢമായൊരു ബന്ധം അവളെ സ്ഥാപിച്ചു. അവൾ നസ്രായനായ ഈശോയെ ഒത്തിരി സ്നേഹിച്ചു. ഈശോയോട് അവൾ പ്രാർത്ഥിക്കും, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും. നസ്രായ യേശുവിനെ നസ്രു എന്ന് ഓമനപ്പേര് വിളിച്ച് അവൾ എന്നും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ നസ്രു എന്ന് വിളിക്കുമ്പോൾ തന്നോട് ഈശോ വന്ന് സംസാരിക്കുന്നതായ ഒരു അനുഭവം അവൾക്കുണ്ടാകാൻ തുടങ്ങി. അവൾ നസ്രുവിന് മുമ്പിൽ പാട്ടുകൾ പാടി അവനെ സന്തോഷിപ്പിക്കാനായി പരിശ്രമിക്കും. പാട്ട് പാടിയിട്ട് ചോദിക്കും, ഇഷ്ടപ്പെട്ടോ നസ്രു എൻ്റെ പാട്ട്? എനിക്കിഷ്ടപ്പെട്ടില്ല അല്ലേ, ഞാൻ ഒന്നും കൂടി പാടാമെന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞ് ആ ഈശോയുടെ മുമ്പിൽ എപ്പോഴും സ്വതന്ത്രമായി കളിക്കുന്നൊരു അനുഭവം ഉണ്ടായി. ഇവളുടെ
ഈശോയുടെ പ്രത്യേകമായ കൃപയാൽ അവൾക്ക് പിന്നീട് കുറച്ചൊക്കെ പഠിക്കാൻ പറ്റി. എന്നാലും വലിയ ഗൗരവമായൊന്നും പറ്റിയില്ല. വടിയുടെ സഹായത്തോടെ അവൾക്ക് നടക്കുവാൻ കഴിയാൻ തുടങ്ങി. അവൾക്ക് പള്ളിയിൽ പോകാനായിട്ട് അച്ഛൻ സാധിച്ചു. ഒരു അച്ഛൻ വന്നു. അച്ഛൻ ഒത്തിരി അവളെ സ്നേഹിച്ചു, പ്രോത്സാഹിപ്പിച്ചു. അവളുടെ പാടാനുള്ള കഴിവ് അച്ഛൻ മനസ്സിലാക്കി. പള്ളിയിൽ അവളെ പാടുവാൻ അനുവദിച്ചു. അത് അതിമനോഹരമായ ഗാനമായിരുന്നു. പിന്നീട് അവൾ ആ വിധത്തിൽ ഈശോയിൽ വളർന്നു വന്നു. പിന്നീട് ആൽബത്തിൽ പാടാൻ പോലും ഉള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. നമ്മൾ വളരെ സന്തോഷവതിയായി നസ്രുവിനെ സ്നേഹിച്ച് വളരുകയാണ്. പ്രിയമുള്ള മക്കളെ, നമുക്ക് ഈശോയോടുള്ള ആ നാമത്തോടുള്ള ഒരു മധുര ബന്ധം, ഈശോ എന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു മധുര ബന്ധം ഈ 2021 ഇന്ന് ഇവിടെ അനുഭവിക്കാൻ കഴിയണം. ഈ സംഭവത്തോട് ചേർന്ന് എനിക്ക് എൻ്റെ ഈശോയോട് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു സ്നേഹബന്ധം അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഈശോയുടെ മക്കളെ, നമുക്ക് ഈ 2021 ഈശോയോടുള്ള ഒരു പ്രത്യേകമായ സ്നേഹബന്ധം, ഹൃദയബന്ധം, ആത്മബന്ധം, എൻ്റെ പ്രാണനെന്ന്, എൻ്റെ പ്രിയനെന്ന്, എൻ്റെ സർവസ്വമെന്ന് വിളിക്കാൻ പറ്റുന്നൊരു ബന്ധം ഇന്ന് ഇവിടെ തുടങ്ങി ഈ വർഷത്തിലേക്ക് മുന്നേറാൻ സാധിച്ചാൽ നമ്മളെല്ലാം ആകും. വിശുദ്ധരൊക്കെ അനുഭവിച്ചത് ഈ അനുഭവമാണ്. രക്തസാക്ഷികളൊക്കെ ജീവൻ ഹോമിച്ചത് ഈ സ്നേഹബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എത്ര സഹിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഇനിയും സകലം തരിക കർത്താവേ, എനിക്ക് നിന്റെ സ്നേഹം മതി. നിന്റെ സ്നേഹമുണ്ടെങ്കിൽ നീ എനിക്ക് എത്രമാത്രം സകലം നൽകിക്കൊള്ളുക. അമ്മ ത്രേസ്യയെ പോലെ അല്പസമയെപ്പോലെയൊക്കെ നമുക്കും പറയാൻ സാധിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള ഒരു ബന്ധം ഉണ്ടാകണം. എസ്തഫാനോസിനെ പോലെ സ്വർഗം തുറന്നു കിടന്ന് കണ്ടുകൊണ്ട് എൻ്റെ ജീവനെ അങ്ങേ തരുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഒരു ഈശോബന്ധം ഉണ്ടാകണം. ഈ ഈശോബന്ധം മാത്രം നമ്മളെ വിലപ്പെട്ടതായിട്ടുള്ളൂ. ആ ഈശോയിലേക്കാണ് നമ്മൾ എത്തിച്ചേരാൻ പോവുക. അവൻ്റെ രാജ്യം നമുക്കായി തരാനായിട്ട് അവൻ മനസ്സായിരിക്കുന്നു. അവനൊരുക്കിയ രാജ്യം ആ ബന്ധത്തിൽ കഴിയുന്നവർക്ക് ഈശോ നൽകും. അതുകൊണ്ട് ഈ 2021 ഈ പ്രഭാതത്തിൽ, ഈ വർഷത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ പിച്ചവയ്ക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്: ഈശോയോടുള്ള ആ നാമത്തിലുള്ള ഒരു പ്രേമകരമായ ബന്ധം, ഹൃദയപൂർവമായൊരു ബന്ധം നമുക്ക് ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കാം. ഈ നാമകരണ തിരുനാൾ നമ്മുടെ ശ്രമത്തോടും ഈശോയ്ക്കും എല്ലാ ഓമനത്തോളം നാവ് നൽകണം. അപ്പോൾ നമുക്ക് ആ വിധത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഈശോയെ അപ്രകാരം വാഴ്ചത്തോടെ കാണാം. സ്വർക്കാപ്പ, സ്വർഗാമ്മേ, പ്രാണനു, ജീവനു എന്നൊക്കെയുള്ള ചില പദങ്ങൾ ഇന്നലെ പ്രാർത്ഥന സമയത്ത് എനിക്ക് ഈശോ തരികയാണ്. അതൊരു വലിയൊരു അനുഭവമായി ഞാൻ ഇന്നലെ അതെല്ലാം വെച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് ജീവനു എന്നാണ് ഈശോയെ വിളിക്കാൻ തോന്നുക. എൻ്റെ ജീവപ്രാണനെ, എൻ്റെ ജീവനു, എൻ്റെ പ്രാണനെ, ജീവപ്രാണനെ, എൻ്റെ പ്രാണനു, എൻ്റെ സ്വർഗാപ്പച്ചനെ, സ്വർക്കാപ്പ, എൻ്റെ സ്വർക്കാമ്മേ, ഇങ്ങനെയുള്ള ഒരു ഹൃദയപൂർവമായ ബന്ധത്തിൽ നിന്ന് ദൈവത്തെ വിളിക്കാനും അനുഭവിക്കുവാനും കഴിയുന്ന വിധത്തിൽ ആ മധുരനാമത്തെ എൻ്റെ നാവിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിക്കണം. നസ്രണോ എന്ന് ഈശോയെ ആ പെൺകുഞ്ഞ് വിളിച്ചപ്പോൾ എനിക്കും തോന്നി ഈശോയ്ക്കൊരു മധുരനാമം കൊടുക്കണം. എനിക്കും അതുപോലെ അനുഭവിച്ചറിയണം. അവനെ വിളിക്കുമ്പോൾ ഒരു മധുര അനുഭവം
എൻ്റെ നാവിലും ഉണ്ടാകണം. നമുക്ക് ഓരോരുത്തർക്കും അതിനാഗ്രഹിക്കാം. ദൈവം നമ്മുടെ ഓരോരുത്തരെയും ഈ വർഷം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കാം. വാങ്ങിപ്പോരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സങ്കടം പറയാനുണ്ട് നമ്മളോട്. പുതുവത്സരത്തിൽ പള്ളിയിൽ പോകാനോ പുതുവത്സര സന്ദേശം കേൾക്കാനോ ഒന്നും ഞങ്ങൾക്ക് ഒത്തിട്ടില്ല. സന്ധ്യയ്ക്കോ പാതിരാത്രിക്കോ ഒക്കെ നടത്തിയിട്ടുള്ളതായ ശുശ്രൂഷയിൽ പോകാൻ ഒത്തിട്ടില്ല. നിങ്ങളെങ്കിലും പോയതിൽ നന്ദി, വന്നതിൽ നന്ദി എന്ന് പറഞ്ഞ് അവരുടെ കുടിശ്ശിക അനുഗ്രഹങ്ങൾ വാങ്ങിച്ചവരിലേക്ക് നമ്മളത് ഒഴുക്കി കൊടുക്കുക നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ മുഖാന്തരം നമ്മുടെ വീട് മുഴുവൻ രക്ഷപ്പെടണം. ഒരാൾ വിശ്വസിച്ചാൽ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പരിപാടിയുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ടല്ല, നിരന്തരമായ പോരാട്ടം കൊണ്ട് നമ്മുടെ കുടുംബത്തെ മുഴുവൻ നമുക്ക് രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കാൻ നമ്മളിപ്പോൾ പിൻപരാണെങ്കിലും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന വേലയിൽ നമുക്ക് മുൻപരാകാൻ സാധിക്കും. പിൻപരായിരിക്കുന്നവർക്ക് മുമ്പരാകാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കും. നമ്മൾ ഈ കാലത്ത് ജനിച്ചവരും വളരുന്നവരുമാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചവർ അവർ പിൻപിലാണ്. അവരെ പിൻപിലാക്കിക്കൊണ്ടപ്പം അവർക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നവരാകാൻ സാധിക്കുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ കർത്താവിൻ്റെ ശൈലാകർമ്മ പെരുന്നാളും കർത്താവിൻ്റെ ജനന പെരുന്നാളും കഴിഞ്ഞ് കർത്താവിൻ്റെ മാംസ പെരുന്നാൾ വരുന്നത് അത് ജനുവരി മാസം 6-ാം തീയതിയാണ്. രാവിലെ 7 മണിക്ക് ആരംഭിക്കും. ഉച്ചവരെയുള്ള സമയത്ത് 2 കുർബാനയുടെ സമയം ഉള്ള ദീർഘമായ ശുശ്രൂഷയാണ്. ഒരു വർഷം മുഴുവനും നമുക്ക് അനുഗ്രഹം ലഭിക്കത്തക്ക വാഴ്ത്തപ്പെട്ട വെള്ളം വാഴ്ത്തി ശുദ്ധീകരിച്ച് അത് കുടിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അങ്ങനെ കർത്താവിൻ്റെ മരുഭൂമിവാസത്തിൽ പിശാചിനെ തോൽപ്പിച്ചതിന് ശേഷമാണ് താൻ പരസ്യശുശ്രൂഷ ആരംഭിച്ചത്. നമ്മളുടെ ശേഷിക്കുന്ന കാലത്തെ വേല തയ്ക്കണമെങ്കിൽ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി അതിനെ തോൽപ്പിച്ച യേശു നമ്മുടെ ജീവിതത്തിൽ പ്രായപൂർത്തിയാകണം. യേശു നമ്മുടെ ഉള്ളിൽ പ്രായപൂർത്തിയായാലും മാത്രമേ നന്മയെ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ നമുക്ക് ജയിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പ്രായപൂർത്തിയാകാൻ വേണ്ടി ഇതാ കർത്താവ് ഒരിക്കലും കൂടെ അവസരം നൽകുന്നു. കഴിയുമെങ്കിൽ 2-3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി തയ്യാറായി ജനുവരി മാസം 6-ാം തീയതി രാവിലെ 7 മണിക്ക് കർത്താവിൻ്റെ സ്നാനപ്പെരുന്നാൾ സംബന്ധിക്കാൻ വരണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസനാകുന്ന ദാസനാണ് കുർബാന പരിവാസ ആശ്വാസം കഴിഞ്ഞ് മാറാകണമേ. ആമേൻ.